ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനം നടത്തുന്ന വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ചിങ്ങം 1. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്തെ കീഴ്ശാന്തി, പമ്പയിലെ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ രോഹിണിയിൽ 11,000 കോടി രൂപയുടെ 2 പ്രധാന ദേശീയപാതാ പദ്ധതികൾ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ദ്വാരക അതിവേഗ പാതയുടെ ഡൽഹി ഭാഗവും NCRലെ അർബൻ എക്സ്റ്റൻഷൻ റോഡ് 2ാം ഘട്ടവുമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡൽഹിയിൽ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നവയാണ് പദ്ധതികൾ. ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ഇന്ന് പുലർച്ചെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ISRO ചെയർമാൻ V. നാരായണൻ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ദൌത്യത്തിന് ശേഷം അമേരിക്കയിൽ തുടരുകയായിരുന്നു ശുഭാൻഷു. രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കലിന്റെ പ്രധാന സവിശേഷത അതിന്റെ സുതാര്യതയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ഘട്ടങ്ങളായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഉടനീളം രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യമുണ്ടാകാറുണ്ടെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടികകളിൽ തെറ്റുണ്ടെന്ന ആരോപണങ്ങളെ കമ്മീഷൻ കുറ്റപ്പെടുത്തി. BJP പാർലമെന്ററി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നേക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘ വിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്തുന്നതിനാണ് അടിയന്തര മുൻഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കിഷ്ത്വാറിലെ ചിസോട്ടി ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ ഇന്നലെയുണ്ടായ മേഘ വിസ്ഫോടനത്തിൽ 4 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമതാ വർധനവുമാണ് നാം നടപ്പാക്കേണ്ടത്. അതിനായി മുന്നിട്ടിറങ്ങേണ്ടത് സർക്കാരുകളാണ്. ആ ഒരു പാതയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ കാർഷിക വളർച്ച 2.1 എന്നാൽ കേരളത്തിന്റെ വളർച്ച 4.65%. ഉൽപാദന, വിപണന, മൂല്യവർദ്ധിത മേഖലയിൽ ഒരുപോലെ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷവും ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട കർഷക പുരസ്കാര വിതരണവും തൃശൂരിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി K. രാജൻ സന്നിഹിതനായിരുന്നു. കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനം നടത്തുന്ന വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി മന്ത്രി P. രാജീവ്. സംസ്ഥാനത്ത് തരിശുഭൂമി കുറഞ്ഞു വരികയാണെന്നും സംസ്ഥാന സർക്കാർ നൂതന കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുകയും യുവ കർഷകരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുത്തൻ പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്ക് ചിങ്ങമാസം. കൊല്ലവർഷത്തിന്റെ ആദ്യ മാസമായ ഇന്ന് കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഈ മാസം 26-നാണ് അത്തം. പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, വടക്കനാഥ ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്തെ കീഴ്ശാന്തി, പമ്പയിലെ മേൽശാന്തിമാർ എന്നിവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചും സന്നിധാനത്ത് നട തുറന്നതു മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ സന്നിധാനത്ത് നടന്ന കീഴ്ശാന്തി നറുക്കെടുപ്പിൽ പാറശാല ദേവസ്വം മേൽശാന്തി S. ഹരീഷ് പോറ്റിയെ ശബരിമല കീഴ്ശാന്തിയായി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ആര്യശാല ദേവസ്വത്തിലെ മേൽശാന്തി P. ശങ്കരൻ നമ്പൂതിരി, എറണാകുളം കോതക്കുളങ്ങര ദേവസ്വത്തിലെ മേൽശാന്തി TS. വിഷ്ണു നമ്പൂതിരി എന്നിവരെ പമ്പ ഗണപതി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ മേൽശാന്തിമാരായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ഓമല്ലൂരിൽ ഇന്നലെ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ വീടുകൾ തകർന്നു. 5 വീടുകൾക്ക് നാശമുണ്ടായി. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കാൻ സാധ്യത. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 50 ക്യുമെക്സ് വരെ വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കിവിടുമെന്നാണ് മുന്നറിയിപ്പ്. കരമാൻ തോട്, പനമരം, പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇടുക്കി, മൂന്നാറിൽ മഴയ്ക്ക് ശക്തി കുറഞ്ഞതോടെ വിനോദസഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചു. വാരാന്ത്യങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതലും എത്തുന്നത്. ഓണാവധിക്കാലം ആരംഭിക്കുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കനത്ത കാറ്റും മഴയും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരക്കൊഴിഞ്ഞ മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം സഞ്ചാരികൾ എത്തി തുടങ്ങി. മലയാളികളും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് സന്ദർശകരിൽ അധികവും. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, ടോപ്പ് സ്റ്റേഷൻ, ഫ്ലവർ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ബ്ലോസം പാർക്ക് എന്നിവിടങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വീടുകൾ തോറുമുള്ള ബോധവൽക്കരണവും പനി സർവേയും തുടരുകയാണ്. അതേസമയം പനിയുടെ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ മറ്റുള്ളവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ വനവൽക്കരണത്തോടൊപ്പം പ്രകൃതി പഠനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തി തുളുനാട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാസർഗോഡ് ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ തെക്കിൽ വില്ലേജിലെ 8.6 ഏക്കർ സ്ഥലത്താണ് പദ്ധതി പ്രദേശമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധതരം ഓർക്കിഡുകൾ, മുളകൾ, കള്ളിമുൾ ചെടികൾ, വംശനാശം നേരിടുന്ന സസ്യങ്ങൾ, ദശമൂലം, ദശപുഷ്പം, മഹൽ, പഞ്ചമൂലങ്ങൾ എന്നിവ ഉപയോഗിച്ച് നക്ഷത്രവനം, കുട്ടിവനം, മാതൃവനം, പിതൃവനം, വിദ്യാവനം, നവഗ്രഹവനം എന്നിവ നിർമ്മിക്കും. ജാപ്പാനീസ് മിയാവാക്കി രീതിയിലായിരിക്കും വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് നൽകുക. ഉപഭോക്തൃ പരാതി പരിഹാരത്തിൽ ജൂലൈ മാസം 10 സംസ്ഥാനങ്ങളും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ചേർന്ന് 100%-ലധികം തീർപ്പാക്കൽ നിരക്ക് രേഖപ്പെടുത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം. തമിഴ്നാട് 277%, രാജസ്ഥാൻ 214%, കേരളം 122% തീർപ്പാക്കൽ നിരക്ക് കൈവരിച്ചു. തൃശൂരിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായതിനാലാണ് വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി അന്തരിച്ചു. സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു. സമാധി ചടങ്ങുകൾ ചേങ്കോട്ടുകോണം ആശ്രമത്തിൽ ആരംഭിച്ചു. കണ്ണൂർ ചാലോട് മുട്ടന്നൂരിൽ 27.82 ഗ്രാം MDMA-യുമായി 6 പേരെ പോലീസ് പിടികൂടി. ഒരു യുവതിയും 5 യുവാക്കളും അടങ്ങുന്ന സംഘത്തെയാണ് പിടികൂടിയത്. ലക്ഷദ്വീപ് ആന്ത്രൂത്ത് ദ്വീപിൽ മത്സ്യബന്ധന യാനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. ആന്ത്രൂത്ത് ദ്വീപ് സ്വദേശി സഫിയുള്ളയാണ് മരിച്ചത്. BJP ആന്ത്രൂത്ത് ദ്വീപ് കമ്മിറ്റി അധ്യക്ഷൻ ആയിരുന്നു. സഫിയുള്ളയ്ക്കൊപ്പം തോണിയിലുണ്ടായിരുന്ന മറ്റ് 3 പേർ നീന്തി രക്ഷപ്പെട്ടു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 74,200, ഗ്രാമിന് 9,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനം നടത്തുന്ന വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി മന്ത്രി P. രാജീവ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ചിങ്ങം 1. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്തെ കീഴ്ശാന്തി, പമ്പയിലെ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.